സുഹൃത്തുക്കളെ, എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം സന്തോഷം വിഷമമുണ്ടായ ഒരു ദിവസം വേറെ ദിവസം എന്നല്ല, ഒരു 2-3 മണിക്കൂർ വേറെ ഇല്ല എന്ന് എനിക്ക് പറയാം. കാരണം വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെ കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഞാൻ ജസ്റ്റ് പല കമൻറ്റും വരുന്നതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ അതിയായിട്ട് ആഗ്രഹിച്ചൊരു കാര്യമാണ് തൊപ്പീൻ്റെ ഒക്കെ പിന്നെ അവർ ടീമിലേക്ക് ഒന്ന് എൻട്രി ആവുക. പിന്നെ അതായത് നമ്മൾ പിന്നെ എങ്ങനെയെങ്കിലും ഒരു രീതിയിലൊരു കയറ്റം കിട്ടുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെ അവരെന്നെ വിടുത്തു, പിന്നെ ലൈവിലേക്കെല്ലാം കൊണ്ടുവന്നു. അടിപൊളിയായിട്ട് എൻ്റെ എല്ലാം ഹാപ്പിയാണ്. അവരൊക്കെ അടിപൊളി, എന്നെ നല്ല കംഫർട്ടാക്കി തന്നെ കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ചെയ്ത് ഞാനും നല്ല ഹാപ്പിയായിരുന്നു. പക്ഷെ അതിൻ്റെയൊക്കെ അവസാനത്തെ സമയത്ത് വെച്ചാൽ പിന്നെ എന്താ പറയുക, എനിക്ക് ഏറ്റവും അതായത് സങ്കടമുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ വല്യമ്മ വെച്ചാൽ ഉമ്മാൻ്റെ ഉമ്മ, നമുക്ക് അവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാരണം ഉപ്പാൻ്റെ ഉപ്പിയും ഓൾറെഡി മരണപ്പെട്ടു പോയി, പിന്നെ ഉമ്മാൻ്റെ ഉപ്പയും മരണപ്പെട്ടു പോയി. അപ്പോൾ വല്യമ്മ മാത്രമേ അവസാനം ബാക്കി ഉണ്ടായിട്ടുള്ളൂ. കാരണം നമുക്ക് അങ്ങനെയാണല്ലോ, വയസ്സായ ആൾക്കാർ ഒരു വീട്ടിലുണ്ടാകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പിന്നെ ഒരു അത് ഉള്ള ആൾക്കാർക്കും അനുഭവിക്കുന്ന ആൾക്കാർക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അവരും കൂടി പോയി എന്ന് അറിഞ്ഞ സമയത്ത്, കാരണം ഞാൻ സന്തോഷിച്ചിട്ടാണ് പിന്നെ എന്താ പറയുക തൊപ്പീൻ്റെ അടുത്തേക്കല്ല അന്ന് ആ സമയത്ത് ആ വീട്ടിൽ ആ ലൈവ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം ഹാപ്പിയാണ്. കാരണം വെച്ചാൽ ഓവറാണെന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന അത്രത്തോളം എനിക്ക് ഹാപ്പിയാണ്. പിന്നെ അത് കഴിഞ്ഞ് അവസാനം ആകുമ്പോഴത്തേക്ക് അത്രത്തോളം ഞാൻ സാഡായിപ്പോയി. കാരണം പിന്നെ ചില കാര്യങ്ങളാണ് നമ്മളെ കൈമ നിൽക്കൂല, ആയിക്കോട്ടെ. പിന്നെ മാത്രമല്ല വേറൊരു കാര്യം എന്ന് വെച്ചാൽ എന്നെ ഇതാക്കിയത് പിന്നെ തൊപ്പി അത് കഴിഞ്ഞ ഉടനെ ആ സമയത്ത് എനിക്കൊന്ന് ഓൾമോസ്റ്റ് ലൈവ് ആയ സമയത്ത് 1:30-2 മണിയായിട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സമയത്ത് നാട്ടിലേക്ക് വരുത്ത് എന്തായാലും റിസ്ക് ആയിരിക്കും. കാരണം ആവൂല, രാവിലെ ഇവിടെ മയ്യത്ത് എടുക്കുകയും ചെയ്യും. അപ്പോൾ തൊപ്പിനോട് പറഞ്ഞ കാര്യം, തൊപ്പിയായിട്ട് ഞാൻ വലിയ പരിചയ കാര്യങ്ങൾ, തൊപ്പിനൊരിക്കലും വെള്ളം പൂശാൻ അങ്ങനെ ഒന്നുമല്ല പറയുന്നത്. കാരണം നിങ്ങൾക്ക് പല ധാരണ ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഓനോട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് പോകാന്നുള്ളത്. അതായത് ഓട്ടോൻ്റെ അടുത്ത് പിന്നെ അവിടുന്ന് ഓരോ ടീമും കാര്യമൊക്കെ ഓൻ തന്നെ ഡ്രൈവ് ചെയ്തു. എനിക്കൊന്ന് നടുവേദന ഉണ്ടായിരുന്നു. എന്നിട്ട് ഓൻ തന്നെ ഡ്രൈവ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു 4-5 മണിക്കൂർ കൊണ്ട് ഓടിച്ച് പിടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ എത്തിച്ചെന്ന്. അതായത് എനിക്കൊന്നൊരു 7 മണി 7 സമയത്ത് പിന്നെ എന്നെ ഇവിടെ എത്തിച്ചെന്ന്. എന്നിട്ട് മാത്രമല്ല, അതായത് ഒരു ദിവസം പോലും വൃത്തിക്ക് പോകാനായിട്ട് പരിചയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇവിടെ വീട്ടിൽ വന്ന് പിന്നെ അവിടെ പ്രാർത്ഥനയും കാര്യത്തിലൊക്കെ ഇരുന്നവന്. അതിൻ്റെ ശേഷം പിന്നെ ദ്വാരത്തിൽ അവിടെ ഒക്കെ ഇരുന്നതിന് ശേഷം പിന്നെ എന്താക്കി തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു പിന്നെ ഇത് വണ്ടി ആക്സിഡൻ്റ് ആയ ഒരു വീഡിയോ സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് സംഭവം എന്താ വെച്ചാൽ ഇവിടുന്ന് പോയതിൻ്റെ ശേഷം സംഭവിച്ചതാണ്. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ. പിന്നെന്താ വെച്ചാൽ ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇത് നടന്നപ്പോൾ വലിയ കമൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഇത് എൻ്റെ ഒരു ഭാഗത്തുള്ളൊരിത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എന്തായി കഴിഞ്ഞാലും പിന്നെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ നന്ദി. എല്ലാവരും പ്രാർത്ഥനയൊക്കെ എൻ്റെ വല്യമ്മ ഉൾപ്പെടുത്തുക.